ഹായ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് അപ്പത്തിൻ്റെ പരിപാടിയൊന്നുമില്ല. ഇന്ന് കപ്പ നടലും കൊത്തലും പച്ചക്കറി നടലും എല്ലാം പരിപാടി ഇന്ന്. അതെ. അപ്പോൾ കപ്പ കഴിഞ്ഞ പ്രാവശ്യം കുറച്ചാകുമ്പോൾ നട്ടിട്ടുണ്ടായിനി, എന്നാലും നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ട്. അപ്പോൾ ഇന്ന് ബാക്കിയിലെ കപ്പ കുറച്ച് നടാനുണ്ട്. കളങ്കിഴങ്ങെല്ലാം നട്ട് കഴിഞ്ഞാൽ ഇല്ല, ഇനി നടാണ്ട് അത്ര കുറേ ആട്ടു നടന്നു. അപ്പം ഇന്നത്തെ ലേശം കപ്പ നടന്ന് ഒരു 5-6 മരണ്ട് പീലേക്ക് കൂടെ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ പച്ചക്കറിക്കാരൻ വന്നു, അത് മണിക്കാൻ പോയി. ഇടക്ക് ഇനിയിപ്പോൾ നടണം, കൊത്തി വെച്ചിട്ടുണ്ട്, നടണം. മഴക്കാലത്ത് ഏതെല്ലാം പച്ചക്കറി നടാൻ പറ്റില്ലേ? മഴക്കാലത്ത് പയറ്, വെണ്ട, എല്ലാ പച്ചക്കറിയും മഴക്കാലത്ത് നടാം, എല്ലാം ഉണ്ടാവും. നല്ല മഴയാകുമ്പോൾ തൈ പോയി പോവില്ലേ? ഇല്ലപ്പോൾ അതിന് മഴക്കാലത്ത് ഇങ്ങനെ കുറച്ച് തടം കോരിയിട്ടാണ് നട്ടത്. പിന്നെ വേനൽക്കാലത്ത് ഇങ്ങനെ കുറച്ച് കുണ്ടാക്കിയിട്ടാണ് നട്ടത്. അങ്ങനെ. അപ്പം അമ്മയുടെ എല്ലാം ഇതാ മൂട കൂട്ടി വെച്ചിട്ടുണ്ട്. കപ്പക്ക് മൂട കൂട്ടലെന്നാണ് അമ്മയുടെ പറയല്. മണ്ണിങ്ങനെ ഇങ്ങനെ കൂമ്പാരം പോലെ ആക്കിയിട്ട് ഇതിൽ വേണം കപ്പ നടാൻ വേണ്ടിയിട്ട്. അമ്മ അവിടെ നിന്ന് കപ്പേൻ്റെ തണ്ടെല്ലാം കൊത്തിയിട്ട് കൊണ്ടുവരുന്നുണ്ട് കേട്ടാ. കഴിഞ്ഞാലും എടുത്ത് വെച്ചാന്ന്. അമ്മ എന്തെങ്കിലും വളം ഇട്ട് കൊടുക്കുക കപ്പ നടുന്ന സമയത്ത്? ഒന്നും ഇട്ട് കൊടുക്കില്ല. അതിന് കുറച്ച് മുളച്ചിട്ട് കപ്പ തണ്ടെല്ലാം മുളച്ചായിട്ടാകുമ്പോൾ വെണ്ണീരിടും. കുറച്ച് വെണ്ണീരിട്ട് കൊടുക്കും. പിന്നെ പുല്ല് വരിക്കൽ മാത്രം, വേറെ ഒന്നും അതിനിടയില്ല. നമ്മിടാത്ത ബാക്കി എല്ലാവരും ചിലവർ ഇംഗ്ലീഷും കായ്വളം മറ്റേ അതെല്ലാം മറ്റേ കൂട്ടി പെരുക്കിയിട്ടെല്ലാം അതെല്ലാം ഇടലുണ്ട്. പിന്നെ ഈ ഉക്കാനോ അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് അധികം കിഴങ്ങ് വേണമെന്നുള്ളവർ. പക്ഷെ നമ്മൾ ഇംഗ്ലീഷ് വെള്ളമൊന്നും ഇടുന്നില്ല, വെണ്ണീര് മാത്രം ഇട്ട് കൊടുക്കില്ല. അത് ഇപ്പോൾ ഇടൂല അല്ലേ? കുറച്ച് മൂട കൂട്ടുമ്പോൾ ഇടല്? അല്ല, മൂട കൂട്ടി കപ്പ തേത്തിട്ടാകുമ്പോൾ ഇട്ട് കൊടുക്കല്. ഇപ്പം ഇട്ട് അതിന് മറ്റൊന്നും പിടിക്കുകയും ചെയ്യില്ല. തേത്തിട്ടാകുമ്പോൾ ഇട്ട് കൊടുക്കും. പാടെല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കപ്പ നടാൻ വേണ്ടിട്ട് എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും നമ്മ വെറുതെ ഇങ്ങനെ കാണിച്ചു ഇല്ലു. അതെ, ഓരോരോ തരത്തിലും ഓരോരോ അതെ. അപ്പൊ കപ്പേന്റെ തണ്ട് ഇങ്ങനെ അറിയാം, വെണ്ണീരവിടെ കൊണ്ടിട്ടിട്ട് കൊത്തിയിട്ട് മൂടയാക്കിയിട്ട് അങ്ങനെ നടുന്നവരുണ്ട്. നമ്മ നടുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ കപ്പ തേത്തിട്ടാകുമ്പോൾ അതിന്റെ ചുറ്റും ഇട്ട് കൊടുക്കല്. റോഡ് സൈഡ് ആയതുകൊണ്ട് ഭയങ്കര വണ്ടീന്റെ ഒച്ചയെല്ലാം ഉണ്ട്. ഇപ്പം മണ്ണിലിങ്ങനെ കുത്തി വെക്കും അല്ലേ, അടിഭാഗം തിരിയാൻ വേണ്ടിയിട്ട്. അത് നമുക്ക് വേഗം അടിഭാഗം തിരിയുമല്ലോ. അപ്പം 5 തണ്ട് കൊത്തിയിട്ടുണ്ട്, 5 മൂട കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാതിനെ കുത്തി കൊടുക്കുക. കപ്പ നടുമ്പോൾ എപ്പം ചെരിച്ച് കുത്തണം. മഴക്കാലത്ത് ഇങ്ങനെ ആകുമ്പം വെള്ളം കയറും, ചെരിച്ച് കുത്തണം. അതിനൊരു ഇച്ചൂളി ഇളമ്പക്കേൻ്റെ ചൂളിയായിട്ട് എടുത്തൊക്കെ ഇല്ലേ? ആയാലും മതി, അല്ലെങ്കിൽ പിന്നെ ലേശം മണ്ണ് വാരിയിട്ട് ഇങ്ങനെ ഇവിടെ പൊത്തി കൊടുത്താലും മതി. അതെ അല്ലേ, മണ്ണിങ്ങനെ വാരി പൊത്തി കൊടുക്കണം. ഇപ്പോൾ ഇവിടുന്ന് അടുത്തം വരെ കാടും ഇവിടെ മൊത്തം കാട് കയറിയിട്ടുണ്ടായിന്. അധികം അമ്മ വയക്കല്ലോ, പക്ഷെ മഴ ആയതുകൊണ്ട് വേഗം കാട് കയറുന്നല്ലേ. അപ്പം അന്ന് നട്ടതെല്ലാം മുളച്ചിട്ടുണ്ട്. ഇപ്പം പണിയില്ലാത്ത ദിവസവും ഓർഡർ ഇല്ലാത്ത ദിവസമെല്ലാം എൻ്റെ പണി ഇതാണ്. അന്ന് കുറേ ദിവസം നട്ടിട്ടുണ്ട്. അപ്പം അതെല്ലാം ഇവിടെ മുളച്ചിട്ടുണ്ട്. ഇതാ അതെ, കപ്പയും താളെല്ലാം ഇവിടെ മുളച്ചു കൂട്ടാതാ. താള് ഓരോരു സ്ഥലത്ത് പാൽച്ചേമ്പ് എന്നല്ല പറയല്, നമ്മ താള് എന്നാ പറയല് കേട്ടാ. കണ്ണൂരെല്ലാം താള്, വയനാടെല്ലാം പാൽച്ചേമ്പ്. അതിനെ പൊട്ടിക്കുമ്പോ അതിന് പാല് വരുന്നുണ്ടോ? പാൽച്ചേമ്പ് പറയുന്നു. പാൽച്ചേമ്പ് ഇത് ചൊറിയൂല, മറ്റേ ചേമ്പെല്ലാം ചൊറിയും. മറ്റെന്തെല്ലോ ചേമ്പുണ്ട്, മലരാമൻ, മക്കളെപ്പൂറ്റി അങ്ങനെല്ലാം പറഞ്ഞ ചേമ്പുണ്ട്, പാൽച്ചേമ്പ്, അങ്ങനെ എന്തെല്ലോ ചേമ്പുണ്ട്. അപ്പം അന്നലെ നട്ട കപ്പയെല്ലാം തെളിച്ചിട്ടുണ്ട്. കപ്പയെല്ലാം ഇവിടെ തെഴുത്തു കേട്ടാ, നല്ല തെമ്പ് വന്നിട്ടുണ്ട്. അത് ഓരോരോ ദിവസം കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ നടലാന്ന്. ഇതെല്ലാം എന്താ വലുതായല്ലോ അമ്മ? കുറച്ച് കളക്കാത്തതാ കഴിഞ്ഞ കൊല്ലത്തെ ബാക്കിയുള്ളത്. അതിന് കർക്കിടക മാസത്തിൽ പറിക്കും. ഇനി ഇതുണ്ടല്ലേ കപ്പൊക്കെ ഇങ്ങനെ കുറേ തേമ്പ് വരും. അപ്പോൾ 2 തേമ്പ് അവിടെ വെച്ചിട്ട് 3ാമത്തേനെ കളയണം, എന്നാലേ കപ്പക്ക് നല്ല ഉഷാറുണ്ടാവുള്ളൂ. അതെയാ, അങ്ങനെ ഉണ്ടല്ലേ. ഇത് കുറേ വന്നിട്ടേ ഇതെല്ലാം കളയണം. 2 തേമ്പ് മാത്രമേ വെച്ചോളൂ അല്ലേ? 3ാമത്തെ തെഴുത്തത് പറിച്ച് കളയണം, എന്നാലേ കപ്പ നല്ല ഉഷാറുണ്ടാവുള്ളൂ എന്നാ അമ്മ പറയുന്നത് കേട്ടാ. അങ്ങനെ തന്നെ ആയിരിക്കൂലേ? അതിന് കുറേ ഉണ്ടല്ലേ, 4 എണ്ണം മതി. അപ്പം മഞ്ഞൾ നട്ടതെല്ലാം അത് മുളച്ചിട്ടുണ്ട്.
മഞ്ഞളെല്ലാം മുളച്ചിട്ടുണ്ട് കേട്ടാ. കുറേ സ്ഥലത്ത് നട്ടിട്ടുണ്ട്. ഇവിടെ നട്ടിട്ടുണ്ട്, മേലെ നട്ടിട്ടുണ്ട്, ലിജിയുടെ അപ്പുറം നട്ടിട്ടുണ്ട്. ഇവിടെ എല്ലാം മുളച്ചു. അല്ല ആദ്യം നട്ടിട്ടുണ്ട്, ഇതെല്ലാം മുളച്ചിട്ടുണ്ട്. അപ്പം ആദ്യം നട്ടെല്ലാം മുളച്ചു. ഇനിയും നടന്നതാണ്. ഇനി ആവണ്ട്. ഇനിയിപ്പോൾ മഞ്ഞളൊന്നും നമ്മ പീടിയെന്ന് വാങ്ങയില്ല കേട്ടാ, നമ്മ തന്നെ ഉണ്ടാക്കലാണ്. നമുക്കൊരു കൊല്ലത്തേക്ക് വേണ്ടുന്നത് നമ്മ തന്നെ ഉണ്ടാക്കും. അപ്പൊ നടാൻ ബാക്കിയിലെ താഴെ ഇവിടെ കുറെ ഉണ്ട് കേട്ടോ. അതാ ഇതിനെല്ലാം വേര് വന്നു. അന്നേ അമ്മ മുറിച്ച് വെച്ചാ നടാൻ വേണ്ടിട്ട്. അത് മണ്ണിൽ പിടിച്ചു പോയി അമ്മ. വൈകുന്നേരം ആകുമ്പോൾ ഇതെല്ലാം നടണം. കാട് വയ്ക്കി വിട്ടെല്ലാം നടണം. താളുമ്പോള അരിയണ്ടേ നമുക്ക്. നല്ല രസമാണ് താളുമ്പോള. ഓലം വെച്ചാല് വറവാക്കിയാല് പുളിശ്ശേരി ഇട്ടാലെല്ലാം നല്ല രസമാണ്. കപ്പക്കയും താളിന്റെ പോളയും നല്ല കോമ്പിനേഷനാണ്. അതെ, കോമ്പിനേഷൻ. ഇനി ഇത് മഴക്കാലത്ത് നടന്ന വെണ്ടക്കാറിൻ്റെ അച്ഛൻ കൊണ്ടുവന്നെയാണ്. അപ്പം നമുക്ക് അവിടെ ഒരു ചാലാക്കിയിട്ടുണ്ടായിരുന്നു നടാം. നമുക്കിത് വേറെയും ഇതാ വിത്ത് ഉണ്ട് കേട്ടാ. പയറ്, നിരമ്പൻ, കൊടോരിക്ക, ഇത് പടവളങ്ങ. ഇക്കൊല്ലം നമുക്ക് വൈനീൻ്റെ വിത്തൊന്നും കിട്ടിയിട്ടാണ് നടാൻ. നമ്മുടെ വീട്ടിൽ തന്നെ വലിയൊരു ഗുണമൊന്നുമില്ല ഈ പ്രാവശ്യം ഇട്ടത്. പിന്നെ വൈനീൻ്റെ തെയ്യെല്ലാം മേടിച്ചിട്ട് നടണം. കഴിഞ്ഞെല്ലാം നന്നിട്ട് നല്ലോണം വൈനി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം വീഡിയോയിൽ കാണിച്ചിട്ടേ ഒരു പച്ച കളറ് വെള്ള കളറെല്ലാം ഇല്ല വഴുതനങ്ങ അത് വീഡിയോ നട്ടിട്ടുണ്ടായിട്ടാ. ഈ കപ്പ നട്ടെടുത്ത് ഇപ്രാവശ്യം ഞാൻ മഞ്ഞളും കപ്പയും നട്ടു. സ്ഥലം മാറ്റി. എനിക്ക് കിട്ടുമ്പോൾ ഇടലാം നടാം. സ്ഥലമുണ്ട് നടാൻ വേണ്ടിയിട്ട്. പിന്നെ തക്കാളി പോലത്തെ ഉണ്ട വഴുതനങ്ങയെല്ലാം ഉണ്ടായി. അതിന്റെ വിത്തെല്ലാം ഇവിടെ ഉണങ്ങി പൊട്ടീന്. പക്ഷെ ഒന്നും മുളച്ചിട്ട. ഞാൻ വെച്ചാൽ മഴ പെയ്യുമ്പോൾ മുളക്കും വിരിച്ചു. ഒന്നും മുളച്ചിട്ടല്ല. ഇപ്പൊ വെണ്ട നടാം നമുക്ക്. കൊറേ വെള്ളക്കാന്താരി ഉണ്ടമ്മ ഇതാ അതിൻ്റെ ഇതാ. നല്ലോണം വെള്ളക്കാന്താരി ഉണ്ട് കേട്ടാ. പച്ച എല്ലാം കൊത്തി തിന്നു. അല്ലെങ്കിൽ കുറച്ചുണ്ടാകുന്നുണ്ട്. ഇപ്പൊ നമ്മളെ പച്ചക്കാന്താരി ഇല്ലേ ഇല്ല അല്ലേ? അല്ലെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ടാവില്ല. ഇപ്പൊ ഒന്നുമില്ല നമുക്ക്. വെണ്ടക്കുരു ഏത് വെണ്ടമ്മ? സാധാ നമ്മ ഏത് വെണ്ടയെന്നറിയില്ല. മഴക്കാലത്ത് പിടിക്കുന്ന വെണ്ടയെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന് നട്ടിട്ട് പിന്നെ അയാലേ അറിയല്ലോ എങ്ങനത്തെ. അപ്പൊ ഇവിടെ ചാലാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അമ്മ. ഇട്ടിട്ടൊന്നുമില്ല, ചാണകം ഒന്നും ഇട്ടിട്ടാ. നമുക്ക് അതിന്ന് അയറെടുത്തിട്ട് ഇട്ടാലോ? കമ്പോസ്റ്റ് അത് ഇടാ. എനിക്ക് മുളക്കിട്ടു മുളച്ചിട്ടാൻ വിടാം അല്ലേ? കാമ്പ് പൊട്ടിക്കാൻ വേണ്ടിട്ട് അത് എത്തുന്നില്ല. മേലെ കാമ്പല്ല കൂമ്പ്. കാമ്പ് അന്ന് നമ്മ വാഴ കൊത്തിയതിന്റെ പൊളിച്ചു വിട്ടാ. അത് പക്ഷെ പൊളിക്കാൻ പോയതുകൊണ്ട് എല്ലാം കേടായി പോയി. ചെറിയൊരു കഷ്ണം കിട്ടിയതേലും അത് നമ്മ കാമ്പ് പെരക്കാക്കി ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം. അപ്പൊ ഇന്ന് വേറെ ഒന്നിന്റെ കൂമ്പ് ഇതാ ഇവിടെ ഉണ്ട്. അത് പറിക്കാൻ വേണ്ടിയിട്ടില്ല പരിപാടിയിലാന്ന് അമ്മ. കിട്ടിയാ കിട്ടി, പോയാ പോയ. കിട്ടിയിട്ടുണ്ട്. കത്തിന്റെ മൂർച്ച കൊണ്ടാണ്. ഒറ്റ വലിക്കന്നെ കിട്ടീനല്ലേ? ഒന്ന് അങ്ങ് അപ്പുറം ഉണ്ട്. അത് പിന്നെ പറിക്ക. എല്ലാം ഒന്ന് രണ്ടെണ്ണം ഉണ്ടാ. ഓരോ ദിവസം ഓരോ ഉപ്പേരിയാക്കാനുണ്ട്. ഇന്നേതായാലും മുരിങ്ങാച്ചപ്പില് അന്ന് ഈർന്ന് ഫ്രിഡ്ജിൽ വെച്ചതുണ്ട്. കൊട്ടക്കെട്ടി വെച്ചാൽ ഒന്നും ആവില്ല കേട്ടാ. കുറേ നാൾ നിൽക്കും മുരിങ്ങയില. അപ്പോൾ അത് വറക്കാം. ഇത് നമുക്ക് നാളെ വെക്കണം. ഇത് നാളെ വറുത്താലോ? ഇങ്ങനെ പാലൊരിക്കും. തേനുണ്ടേ? തേനൊന്നും വേണ്ട. പൂവൻവാഴേൻ്റെ അല്ലേ ഇത്? പൂവൻവാഴേൻ്റെ. പക്ഷേ ഇപ്പം എന്താ വെച്ചാൽ നമ്മൾ കുറേ ദിവസമായി ഇപ്പം ഈ വാഴയൊന്നും കൊലച്ചപ്പിന് ഇവിടെ കടവാതിൽ വന്നിട്ട. എന്തായി പോയി ഉമ്മ? അല്ലെങ്കിൽ വരും. ഈ പ്രാവശ്യം വന്നിട്ടേ ഇല്ല. ഒരു പേടിയാണ്. മുമ്പെല്ലാം നമ്മ എല്ലാം ഇതാ ഇതിന്റെ തേനെല്ലാം എത്ര കുടിക്കുന്നതാന്ന്. പേരൊക്കെയായാലും എല്ലാം നല്ലോണം കഴിക്കുന്നില്ല. ഇപ്പൊ പേടിയാന്ന് എല്ലാത്തിനും. ചെറിയ അടക്കവാതിൽ വരുന്നുണ്ട് തോന്നുന്നു. പക്ഷെ നമ്മൾ ഇപ്രാവശ്യം നമ്മൾ മാങ്ങ ഒന്നും കടിക്കാൻ വന്നിട്ട. അല്ലെങ്കിൽ ഒരു മാങ്ങ വെച്ചൊക്കെയില്ല. പഴുത്താരെല്ലാം കടിച്ചിട്ട് സന്ധ്യ ആകുമ്പോൾ കടവാതിലും വരും. ഇപ്പം കടവാതിലും ഇല്ല, ഒന്നുമില്ല. ആരെന്റെ പേരക്കെല്ലാം കൊത്തുന്നു. എന്റെ പേരക്കെല്ലാം കുത്തിച്ചാടല്ലേ. എത്രയാ പേരൊക്കെ നോക്കിയുമ്പോ?
കൊമ്പ് ഇങ്ങനെ ചാഞ്ഞിട്ടേ കുറച്ചും പേരൊക്കെയുണ്ട്. പേരക്കാരൻ്റെ കാര്യമില്ല ചെയ്യും. ആ വായന്റെ മേലെ അതിന്റെ പേരടിക്കല്ലാന്ന്. മാത്രല്ല ഇതാ ഇവിടെ മേലെ ഇങ്ങോട്ടേക്കെല്ലാം വരുന്നു കേട്ടാ, വർക്ക് ഏരിയന്റെ ഇങ്ങോട്ടേക്കെല്ലാം വരുന്നു. അപ്പൊ കുറച്ചും പേരൊക്കെ പിടിക്കുന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ ഇങ്ങനെ ഈ മഴക്കാന്ന് ഇത്ര വലുതായിനി, അല്ലെങ്കിൽ ഇത്ര വലുതുണ്ടായിട്ട് പേരൊക്കെ പെട്ടെന്ന് വളർന്നിന്. മരം പേരക്ക മരം ഒന്നങ്ങാടി ഉണ്ട് കേട്ടാ. ഇലയത്രം ഇലയെല്ലാം പേരണ്ടി കൂട്ടി അതിന്റെ മറ്റേ കാക്കണം. കൊതുകിന്റെ കടിയാവും. ഇവിടെ അതിന്റെയും ലോകുവിന്റെയും ഗപ്പിട്ടാങ്ക് ഉണ്ട്. അപ്പൊ ഞാൻ ലിഗിരെ ഇവിടെല്ലാം കാട് വെച്ചിട്ട് വൃത്തിയാക്കിയ നമ്മ ഇടുന്നു. ഗപ്പി ഓരോന്നെല്ലാം ഉണ്ട്, ഓരോന്നെല്ലാം കുറേ ഉണ്ട്. ഇതാ അവിടെ കുറേ ഉണ്ടാവും. അന്ന് മീൻ കൊത്തിച്ചാട്ടം വന്നിട്ട് ഇന്ന് മീൻ എടുത്തിട്ട് പോലുണ്ട്. ഈതാ അതിന് കുഞ്ഞുങ്ങളില്ലേ, അവിടെ മണ്ണ് ഞാടെ കുഞ്ഞുങ്ങളുണ്ട്. അതിന്റെ കൊറേ ഉണ്ട് കേട്ടോ. അന്നേരം വലുതിനെല്ലാം കൊണ്ടുപോയി നനക്ക് പോന്ന് കുറേ വലുതെല്ലാം ഉണ്ടായി. ഈന്ന് പിടിച്ചോണ്ട് പോകുന്നുണ്ട് ആ മീൻ കൊതിച്ചാത്ത. വലിയ മീൻ പിടിക്കാൻ പോണ്ടല്ല, നേരെ ഇങ്ങോട്ട് വന്നു കുഞ്ഞൊക്കെ കൊടുക്കാൻ വേണ്ടിട്ട് ഈന്ന് എടുത്തിട്ട് പോലെ എടുത്ത് എന്തെല്ലാം വീട് നിന്നിട്ട് ഇങ്ങനെ കരയിലുണ്ട്. കാണുന്നുണ്ടാവില്ലേ, വന്നിട്ട് എടുത്തിട്ട് പോലുണ്ട്. അപ്പൊ അമ്മയിന്ന് മൊത്തം കപ്പ നടലും പച്ചക്കറി നടലും ക്ലീനിങ്ങും അമ്മ ഇവിടെയെല്ലാം വൃത്തിയാക്കി തരുന്നു കേട്ടാ. വേഗം പുല്ല് കയറുന്നു ഈ അടുക്കള പുറത്തെല്ലാം. ഒരേ മഴയായിട്ട് പുറത്ത് ചെയ്യാൻ പറ്റുന്നുണ്ടായിട്ടില്ല ഇത്രയും ദിവസം. ആ പൈപ്പിൻ്റെ അടുത്തെല്ലാം മൊത്തം കാട് കയറിയിട്ടുണ്ടായി. രാവിലെ ഞാൻ അതെല്ലാം അടിച്ചു വരുമ്പോൾ പൊരിച്ച് കളഞ്ഞു കുറേ. അപ്പോൾ കുറേ നേരത്തെ വളപ്പത്തെ പണിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമ്മിതാ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടേ. മെയിനായിട്ട് അമ്മയാണ്. അമ്മ ഇപ്പം കയറിനത്രേ. ഞാൻ പിന്നെ കറിയെല്ലാം ആക്കാൻ വേണ്ടിയിട്ട് നേരത്തെ മതിയാക്കിനി. അപ്പുറം നമ്മളെ അടുക്കളപ്പുറത്ത് പണ്ട് നമുക്ക് കോഴി ഉണ്ടായിന്, കുറേ നാടൻ കോഴിയും മുട്ടക്കോഴിയെല്ലാം ആയിട്ട്. അപ്പം അതിൻ്റെ കൂട് പഴയ കൂട് അത് മഴ കൊണ്ട് ദ്രവിച്ച പോലെ അതിന്. അപ്പം അതെല്ലാം എല്ലാം പൊളിച്ച് വിറകാക്കാനേ അതിന് കൊള്ളൂലു. അതെല്ലാം ഒന്ന് വൃത്തിയാക്കി കൂടുതലതിന്. അപ്പോൾ അതാ നമ്മളെ വസന്തമ്മ ഇടുന്ന് ചോറ് കഴിക്കുന്നുണ്ട് കേട്ടാ. അപ്പം അമ്മയും ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടായില്ലേ ഇതാ എല്ലാം വിളമ്പി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കറി വെച്ചാൽ ഉരുളക്കിഴങ്ങും സോയാബീനും മസാല കറിയുണ്ട്, പരിപ്പും ചക്കപ്പൂതലും കറിയുണ്ട്, ഇടിച്ചക്ക, പിന്നെ നമ്മളെ മുരിങ്ങാച്ചപ്പില ഉപ്പേരിയും. അതാണ് ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്ക് അച്ചാറാക്കാൻ വേണ്ടിയിട്ട് അന്വേഷിച്ച് 2 ചക്ക ഇടിച്ചക്ക കൊടുത്തയച്ചിട്ട് ചക്കപ്പൂതൽ അമ്മേൻ്റെ കയ്യിൽ അതിലൊന്നും ബാക്കിയില്ലാന്ന് കേട്ടാ ഇന്ന് കറി വെച്ചത്. പരിപ്പിൻ്റെ ഒപ്പം ഇടിച്ച് നല്ല രസമാണ് കറി വെച്ച് കഴിഞ്ഞാൽ. അപ്പം നമ്മ വേഗം ചോറ് കഴിക്കട്ടെ. അപ്പം എല്ലാവർക്കും ഇന്ന് ഇവിടെ അതാ നല്ല വെയിൽ, മഴ പെയ്തിട്ടേ ഇല്ല ഇന്ന് രാത്രി. അപ്പൊ എല്ലാവർക്കും വെയിൽ തന്നെ ആയിരിക്കും വിചാരിക്കുന്നല്ലേ. പിന്നെ അലോക് പറഞ്ഞ പോലെ പിന്നെ ചൂടിന്റെ സമയത്ത് മഴയും മഴേന്റെ സമയത്തും ചൂടുമാണ്. ഇപ്പൊ സ്കൂൾ തുറക്കുന്ന ഈ സമയത്തെല്ലാം നല്ല മഴ കിട്ടണ്ടല്ലേ, ഇപ്പം വെയിലായി. ഇനി 10-ാം തീയതിക്ക് ശേഷമായിട്ട് മഴ നല്ല മഴയാന്ന് പറയുന്നുണ്ടായിന്. അപ്പൊ നമുക്ക് ചോറ് കഴിച്ചിട്ട് കാണാം. അമ്മ ചോറെല്ലാം കഴിച്ചിട്ട് ഇവിടെ കിടന്നു കൂട്ടാ. നേരത്തെ ഉറക്കം വന്നാ. അപ്പൊ നമ്മ നല്ല കാറ്റ്. ഇപ്പൊ നമ്മില്ലേ വെയിലാന്ന് ഇവിടെ ഇന്ന് മഴ പെയ്തിട്ടേ നല്ല വെയിലാന്ന് പറഞ്ഞതേയില്ല. അപ്പൊ ഇതിന് ഇരുട്ട് പിടിച്ചിട്ട് വരുന്നുണ്ട് അല്ലേ. ഭയങ്കര നല്ല തണുത്ത കാറ്റിന് വരുന്നുണ്ട്, ഭയങ്കര ഇരുട്ട്. കാർമേഘല മൂടി വരുമ്പോ അമ്മേനോട് പറഞ്ഞ് വിജയ് തുണിയെല്ലാം ആറിയിട്ടിട്ടുണ്ടെങ്കിൽ എടുത്തു വെച്ചാൽ ഞാൻ മുകളിൽ ആറിയിട്ടിട്ടുണ്ടായിന് ടെറസിൻ്റെ അകത്ത്. അപ്പം ഞാൻ പറഞ്ഞ നല്ല വെയിലല്ലേ എന്തിനെടുത്ത് വെക്കുന്നത്. അതാ കാർമേഘം ഇങ്ങനെ ഇരുണ്ട് വരുന്ന വേഗം എടുത്തു വെച്ചാൽ. ഞാൻ നിങ്ങൾ ഇങ്ങനെ പറയല്ലോ ഈ പൊരി വെയിൽ പറഞ്ഞു തീർന്നില്ല. ഞാൻ എടുത്തു കൊണ്ടല്ലോ. ഇപ്പം മൊത്തം ഇരുട്ടായി. ഒരാള് ഫോൺ നോക്കായിട്ടാ. വസന്തം മേഡം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വെച്ചാൽ കുറച്ച് കപ്പ നടലും കുറച്ച് പച്ചക്കറിയെല്ലാം ഇങ്ങനെ നമ്മൾ സമയം കിട്ടും പോലെ ഇങ്ങനെ കുറച്ചായിട്ട് നടലാന്ന് കേട്ടോ. ഒന്നിച്ച് നടാനാവുകയും ചെയ്യില്ല. അങ്ങനെ ആളെയാക്കിയിട്ടൊന്നും നടയില്ല, കൊത്തിയിട്ടെല്ലാം നടലാണ്. അപ്പൊ അങ്ങനെ കാട് പിടിക്കുകയും ചെയ്യില്ല. കാടന്നെ കുറേ ഇന്ന് ആ നട്ടേമേലെ ബാക്കിലെല്ലാം വൃത്തിയാക്കി
അപ്പോൾ ഉച്ചക്ക് ചോറെല്ലാം കഴിച്ചിട്ട് ഇന്ന് സപ്ലൈക്കോ എല്ലാം പോവാന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഇരുട്ട് പിടിക്കലായി സാധനം വാങ്ങാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ പോക്കിന്ന് നടക്കുമെന്ന് തോന്നുന്നില്ലല്ലോ മഴ പാറാൻ തുടങ്ങിയത്. നാളെ പിന്നെ പണിയുണ്ട്. എന്താ പണിക്ക് പോണതാ? അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ അതുവരേക്ക് എല്ലാവർക്കും ബൈ. മേ ബൈ ബൈ. ബൈ ബൈ. ഭയങ്കര കാറ്റ് കേട്ടാ, നല്ല കാറ്റ് വരുന്നുണ്ട്. കാലാവസ്ഥയെ മാറി, ഇത്രയും നല്ല വെയിലാണ്ടായി. നല്ല തണുത്ത കാറ്റ്. ആഹാ മഴ 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 മഴ. അമ്മ കാലാവസ്ഥ പ്രവചകയാ നിങ്ങൾ? എന്താച്ചാല് ഈ ഇരുട്ട് പിടിച്ച് ഇങ്ങനെ മേഘം ഇങ്ങോട്ടാ വരുന്നു, കരി കണക്കത്തെ മേഘം. ഇപ്പൊ എല്ലാം വെള്ളയായി, നല്ല കാറ്റും വന്നിപ്പോ മഴ വരാൻ തുടങ്ങി. അപ്പൊ അറിയില്ല, ചിലപ്പോ അങ്ങോട്ട് പോയെങ്കില് അല്ല, അങ്ങോട്ടുള്ള നല്ലതുണ്ട്. എടങ്ങ് നല്ല പെയ്യുന്നുണ്ടാവും, അതിന്റെ ആ ഒരു ചെറിയൊരു എഫക്റ്റാ നമുക്ക് കിട്ടുന്നത്. ആ ഭാഗത്തേക്കെല്ലാം മഴയില്ല, അതെല്ലാം വെയിലാണ് ഉദിക്കുന്നത്. ഇപ്പൊ ഒന്ന് പാറിയിട്ട് പോയിട്ടാ, പോയിന്ന് തോന്നുന്നു. ആ കാറ്റ് കൊണ്ടിട്ടുണ്ടാവും. കാറ്റ് കൊണ്ട്